എന്തുവാ കൊച്ചേ? മനുഷ്യ ഇങ്ങനൊക്കെ പേടിപ്പിക്കാമോ? എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഞാനൊന്ന് വെള്ളം കുടിക്കാൻ വന്നതാ. ഈ സമയത്താണ് വെള്ളം കുടിക്കാൻ വരുന്നേ? വെള്ളം കുടിക്കാൻ സമയം കാലം ഉണ്ടോ? ഇത് ശനിയേ എന്താ പറ്റി? ഓ, അത് ഞാൻ യൂങ്കിച്ചനെ കണ്ടൊന്ന് മേടിച്ചതാ. കുറച്ചു മുമ്പേ ആരോ പേടിക്കത്തില്ലെന്നോ എന്നൊക്കെ പറയുന്ന കേട്ട്. അത് ഞാൻ പ്രേതത്തെ കാണുമ്പോ പേടിക്കത്തില്ലെന്നല്ലേ പറഞ്ഞോളൂ, അല്ലാതെ യൂങ്കിച്ചനെ കാണുമ്പോ പേടിക്കത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ. നല്ല എക്സ്ക്യൂസ്. അത് ഇവിടെ വെള്ളമുള്ള എനിക്ക് വിശക്കുന്നു, എന്തായാലും ഉണ്ടാക്ക്. അല്ല, ജൂണേട്ടൻ എവിടെയാ? ഓ, ആ വാഴയ്ക്ക് തടമെടുക്കുക. എന്റെ ജീവിതം ഇങ്ങനെ വാഴയ്ക്ക് തടമെടുത്ത് തീരും. അങ്ങോട്ടാണെങ്കിൽ കിളക്കടാ. ചന്നി ഞാൻ ഇതുപോലെ ഒരു ദിവസം കുഴിച്ചു മൂടുമിടോ. അത് അപ്പോഴല്ലേ നമുക്ക് നോക്കാം. ആ പാൻകേക്ക് റെഡിയേ. എന്റെ ഹൃദയത്തില് രക്തത്തുള്ളിയാണ് നീ. പ്രേതമായതുകൊണ്ട് ഇഷ്ടപ്പെടുമായിരിക്കും. എന്തുവാണ് നീ എഴുതുന്നത്? എന്റെ മനസ്സിലൊരു ജാലകം ഞാൻ നിനക്കായി തുറന്നിട്ടിരിക്കുന്നു. എത്ര പെമ്പിള്ളേർക്ക് ലെറ്റർ എഴുതിയതാ ഞാൻ. അവളുമാരല്ലാതെ വീണിട്ടുമുണ്ട്. അത് നീ പറഞ്ഞ ശരിയാ. ലെറ്റർ കിട്ടിയ എല്ലാ പെൺപിള്ളേരെ എഴുതുന്നു. അടി നിന്റെ മുഖത്ത് വീണിട്ടുണ്ട്. ഒരടി കിട്ടിയാലും അവളുമാരൊക്കെ എന്റെ പുറകെ വരത്തില്ലേടാ. അവളുമാര് മാത്രല്ല, അവളുമാരുടെ ആങ്ങളമാരും അമ്മാവന്മാരും ഒക്കെ വരുന്നുണ്ടല്ലോ. മൂട് കളഞ്ഞ് ഞാനൊന്ന് എഴുതട്ടെ. നീയാകുന്ന റോസപ്പൂവില് മുള്ളുകളാകുന്നു ഞാൻ. ആഹാ, എന്നിട്ട് ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടം. യൂണിവേഴ്സിനോട് പറയല്ലേ? ഓഹോ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ പറയാം. യൂണിവേഴ്സ് പ്ലീസ് ചേച്ചി പറയല്ലേ. ഞാൻ ഓൾറെഡി ഒരു പ്രേതമായിട്ട് കമ്മിറ്റഡ് ആണ്. ഇതെന്താ എന്നോട് നേരത്തെ പറയാനേ? ഞാൻ ഈ ലവ് ലെറ്റർ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. പാവം ജിമിന്റെ ജീവിതം ചീറ്റിപ്പോയി. നിങ്ങളൊന്ന് പാൻകേക്ക് കഴിക്കാൻ വാ. ഇതെന്തൊരു പാൻകേക്കാ? കോഫി പാൻകേക്കാ. അയ്യേ, എനിക്കൊന്നും വേണ്ട. നീ ഇവിടെ നിന്ന് കഴിച്ചിട്ടേ പോത്തുള്ളൂ. അനുഭവിക്കടാ, അനുഭവിച്ചു. നിർബന്ധിച്ച് തിന്നിപ്പിക്കണ്ട. ഞാനില്ല. നീ താടി എൻ തങ്കച്ചി. അത് വേണ്ട, ജനിച്ച് വേറെ പാൻകേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇവൻ കഴിച്ചാ മതി. മോനെ സോൾമേറ്റ് കോണിച്ചോടെ പൊട്ടി. എല്ലാരും കഴിച്ചിട്ട് പെട്ടെന്ന് റെഡി ആവണം. പീടുവാണ്ട് വീട് വരെ പോണം. അപ്പോ സദ്വാർത്ത അറിഞ്ഞോ? അങ്ങേന്റെ ചത്തോ? ഇല്ല, എന്താ അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചേ. മനുഷ്യനെ ചുമ്മാ പ്രതീക്ഷിപ്പിച്ചു. ആ, അപ്പൊ യൂണിവേഴ്സോ ക്ലാരി നിങ്ങൾ ഇറങ്ങുവാണേ. എന്നാലും എന്റെ ക്ലാരി, അന്ന് നീ എന്റെ അടുക്കള ഓടിച്ചിട്ടല്ലോ എന്റെ പാനൊന്നും പറ്റാത്തോണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നാലും എന്റെ ക്ലാര്, അന്ന് നീ അടുക്കള ഓടിച്ചിട്ടപ്പോ ഇവളെയും കൂടെ അങ്ങ് തട്ടിക്കൂടായിരുന്നു. ഞങ്ങൾക്ക് പാൻ കേക്കിന് മോചനം കിട്ടിയേനെ. ഞങ്ങളെല്ലാരും പേടിപ്പിച്ചെങ്കിലും ചേച്ചി ഒരു പാവായിരുന്നല്ലേ. ചേച്ചി എന്നെ തേച്ചെങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് നോട്ടീസ് തരാത്തത് എനിക്ക് വിഷമമുണ്ട് കേട്ടോ. എന്നാലും ചേച്ചി കാണാൻ എനിക്ക് കോഫി പാൻകേക്ക് കഴിക്കേണ്ട വന്നല്ലോ. ഞാൻ ചേച്ചിയോട് പൊറുക്കുകയില്ല. ചേച്ചി വന്നപ്പോ ഒരു ഡ്രാമയുടെ ഫീലായിരുന്നു. അടിപൊളി. എനിക്കിപ്പോഴും നീ ഉയർവാണെന്ന് വിശ്വാസമൊന്നുമില്ല. എന്തായാലും താങ്കളല്ലേ ഇല്ല വെള്ളവസ്ത്രം ഇട്ട പ്രേതം എന്ന് പറയുന്ന പെൺകുട്ടി? താങ്കളുടെ വെള്ളവസ്ത്രം എവിടെ? ഓഹോ, നാം ഇനി വരുമ്പോൾ നമ്മളെ വെള്ളവസ്ത്രം ഇട്ട് സ്വീകരിക്കണം. ഞാൻ നിന്നോട് മിണ്ടത്തില്ലടി മീൻകാരി. എനിക്ക് നീ മീൻ തന്നില്ലല്ലോ. എനിക്ക് നല്ല ദേഷ്യമുണ്ട്. എനിക്ക് ഓർമ്മ അപ്പൊ നിങ്ങളെ പോട്ടെ. അവസാന പ്രേതക്കോട്ടയിൽ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ഇനി പീഡിക്കോട്ടയിലേക്ക്. ഇതാതിലും ഹൊററാ. നിങ്ങളെ ജീവനോട് കാണുന്നു പ്രതീക്ഷിച്ചില്ല. നീ ഒന്നും മിണ്ടാതിരിയടാ. നീ എന്നെ മൊത്തത്തിൽ ഒരു പച്ചക്കറി ആക്കിയല്ലോടാ. ഇവിടെ എന്താ കഴിക്കാളെ? ഒന്നുമില്ല ചേച്ചി, വേണമെങ്കിൽ ഹൂച്ചിനോട് ഒരു മുട്ട പൊറുക്കാൻ പറയാം. മുട്ട എങ്കിൽ മുട്ട വേണ്ട. ഞങ്ങൾക്ക് കുറച്ച് നാളോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെന്താ ചിന്നേട്ടാ അങ്ങനെ ഒരു ടോക്ക്? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ജിസു. എന്താണ് ചിന്നെ ഇങ്ങനെ നോക്കുന്നേ? ഓ, അമ്മാവിന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുമായിരുന്നു. താങ്ക് യു. അപ്പൊ ഞാൻ നിങ്ങളെ വിളിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാണ്. പ്രധാനപ്പെട്ട കാര്യം പറയാൻ നമ്മെ രഥത്തിലല്ലേ ആനയിക്കേണ്ടത്. ഇനി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഗുണ്ടാ സംഘം എവിടെ? നമുക്കൊരാളെ കിഡ്നാപ്പ് ചെയ്യാനുണ്ട്. അടിപൊളി. ഇനി അതിന്റെ കുറവും കൂടെ ഉള്ളായിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു പുതിയ വീട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ഏത് പട്ടിക്കാട്ടിലാ? അതൊരു പട്ടിക്കാരനെ നടക്കാം.